നമസ്കാരം. സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നതിന് എന്തുമാകാം. സഭ്യതയുടെ ഏതതിരും ലംഘിക്കാമെന്ന നിലപാടിലാണോ കണ്ടന്റ് ക്രിയേറ്റർമാർ? ജനറേഷൻ നെക്സ്റ്റ് എന്ന് വിളിക്കുന്ന പുതിയ തലമുറ, പ്രത്യേകിച്ച് കൗമാരക്കാർ, മൊബൈൽ ഫോണുകളിൽ കണ്ണുനട്ട് ആരാധിക്കുന്ന ഈ വൈറൽ താരങ്ങൾ എന്ത് സാമൂഹിക പ്രതിബദ്ധതയിലാണ് മുന്നോട്ട് നീങ്ങുന്നത്? പൊതുജനമധ്യത്തിൽ തെറിപ്പാട്ട് പാടിയതിനും ഗതാഗതം തടസ്സപ്പെടുത്തിയതിനും തൊപ്പി എന്ന യൂട്യൂബർക്കെതിരെ ഇതാ മലപ്പുറം വളാഞ്ചേരി പോലീസ് കേസെടുത്തിരിക്കുന്നു. പരസ്യമായ നിയമലംഘനങ്ങൾക്ക് മറ്റ് ക്രിമിനൽ കേസുകളിലും ജയിലിൽ പോയ പ്രശസ്തരായ പല വ്ളോഗർമാരും ഇപ്പോൾ കുപ്രശസ്തരായി മാറിക്കഴിഞ്ഞിരിക്കുന്ന കാലമാണ്. സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റിംഗ് മേഖലയിൽ നിയന്ത്രണങ്ങളും മാനദണ്ഡങ്ങളും വേണോ? പ്രവാസ ലോകത്തെ മാധ്യമ പ്രമുഖർ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും ചിന്തിക്കുന്നത് എന്താണ്? പരിശോധിക്കുന്നു ഗൾഫ് 18 പ്രവാസി ശബ്ദം. സ്വാഗതം. ദുബായ് റേഡിയോ ഏഷ്യയുടെ പ്രോഗ്രാം ഡയറക്ടർ സിന്ധു ബിജു, ഒപ്പം മാധ്യമപ്രവർത്തകൻ ഐപ്പ് വള്ളിക്കാടൻ എന്നിവർ നമുക്കൊപ്പം ചേരും. ആദ്യം സിന്ധു ബിജുവിലേക്ക്. സിന്ധു, ജനറേഷൻ ആൽഫ, ജനറേഷൻ നെക്സ്റ്റ് എന്ന് പറയുന്നവരൊന്നും ഞാൻ ഈ പറഞ്ഞു തുടങ്ങിയതിനോട് തീരെ ഐക്യപ്പെടുന്നവരായിരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ബുൾജറ്റിന് വേണ്ടി ഉയർന്ന വാദങ്ങളൊന്നും നമ്മൾ മറന്നിട്ടില്ല. ഇൻഫ്ലുവൻസർ ആവാൻ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആവാൻ എത്തിക്കൽ ആകണമെന്നേ ഇല്ല എന്ന് ഒരു ജനറേഷൻ ചിന്തിച്ചു തുടങ്ങുകയാണെന്ന് തോന്നുന്നുണ്ടോ? അപർണ, ഞാനിപ്പോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഡെവലപ്മെന്റ്സ് ഞാൻ നോക്കായിരുന്നു. കാരണം എത്രയോ നാളുകളായിട്ട് നമ്മളെല്ലാവരും ആശങ്കയോടെ കാണുന്ന ഒരു സംഭവം തന്നെയാണിത്. പല സമയത്തും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ചില കോണ്ടന്റ് ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ അത്ഭുതം തോന്നാറുണ്ട്, എങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇത്തരത്തിലുള്ള കോണ്ടന്റ് ഒക്കെ ഇടാനായിട്ട് ആളുകൾക്ക് സാധിക്കുന്നു എന്നുള്ളത്. പക്ഷെ പിന്നെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു സൊസൈറ്റിയിൽ എത്രത്തോളം നമുക്കറിയാം എല്ലാം സഭ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അതുപോലെ തന്നെ സൊസൈറ്റിയുടെ ഒരു ക്രോസ് സെക്ഷൻ തന്നെയാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പോ അത് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഇത്തരത്തിലുള്ള നെഗറ്റീവ് കോണ്ടന്റ് ക്രിയേഷൻസ് ഒക്കെ നടക്കുന്നത്. അപ്പൊ അതിനെ അങ്ങനെ തന്നെ ഒരിക്കലും സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോം അതിനെ നമുക്ക് നെഗറ്റീവായിട്ട് കാണാൻ പറ്റില്ല. കാരണം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്രിയേറ്റിവിറ്റി കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻ നൽകാൻ, അങ്ങനെ പല വിധത്തില് സോഷ്യൽ മീഡിയ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ്, ഒരു സംശയമില്ലാത്തതാണ്. പക്ഷെ ഏതാനും ചിലർ, അത് നമുക്കറിയാം, ചിലർ ചെയ്യുന്ന ഇത്തരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ സൊസൈറ്റിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള പ്രോപ്പർ ആയിട്ടുള്ള നിയമ സംവിധാനങ്ങൾ ഓരോ രാജ്യത്തും ഉണ്ടായിരിക്കേണ്ടതാണ്. അവിടെയാണ് നമുക്ക് പാളിച്ച വരുന്നത് എന്ന് വേണം പറയാൻ. നമ്മുടെ സാധാരണ ഒരു ജീവിതത്തിൽ ആരെങ്കിലും നിയമത്തിന് വിധേയരല്ലാതെ ജീവിക്കുന്നുണ്ടെങ്കിൽ, പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടുമെന്നൊരു ബോധ്യം അവർക്കുള്ളതുപോലെ തന്നെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമില് എത്തിക്സിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായിട്ടുള്ള നിയമ സംവിധാനം ഉണ്ട് എന്നൊരു ബോധ്യം വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള ക്രിയേറ്റർമാരുടെ കാര്യം സിന്ധു, ഈ കാണുന്ന ഈ ഓഡിയൻസ് എന്ന് പറയുന്ന പുതിയ ജനറേഷൻ, നേരത്തെ പറഞ്ഞ പോലെ ജനറേഷൻ ആൽഫ അല്ലെങ്കിൽ ജനറേഷൻ നെക്സ്റ്റ്, ഇവർക്ക് ഈ വിഷയത്തെക്കുറിച്ച് തീരെ ബോധ്യം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഈ ബോധ്യം ഉണ്ടാകേണ്ടത് അവർക്കാണ്. അല്ലെങ്കിൽ ഈ ഇങ്ങനെ ഒരു കാര്യം, ഒരു എത്തിക്കൽ വിഷയവും ഇതിനകത്ത് ഉണ്ടാകേണ്ട ആവശ്യമേ ഇല്ല എന്ന് ഒരു ജനറേഷൻ തന്നെ ചിന്തിക്കുന്നു. അങ്ങനെ കൂടി തോന്നുന്നില്ലേ ഈ അവസരത്തിൽ? അപ്പൊ എനിക്ക് ഒരു പെർട്ടിക്കുലർ ജനറേഷന്, ആ ഒരു പെർട്ടിക്കുലർ കാലയളവിൽ ജനിച്ചവർ ഇങ്ങനെയാണ് എന്നുള്ള ഒരു ജനറൽ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഏത് കാലഘട്ടത്തിലുള്ളവർക്കും ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഒരു ആപ്റ്റിറ്റ്യൂഡ് ഉള്ളവരുണ്ടാവാം, പോസിറ്റീവ് ആയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് ഉള്ളവരുണ്ടാവാം. അപ്പൊ അത് ഒരു പെർട്ടിക്കുലർ ജനറേഷന്റെ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു ട്രെൻഡ്, ഒരു പക്ഷെ ഞാൻ ആരാധിക്കുന്ന ഒരു വ്യക്തി എന്ത് ചെയ്താലും അത് ഹീറോയിസം ആണ് എന്ന് ചിന്തിക്കുന്നവർ എല്ലാ ജനറേഷനിലും ഉണ്ടായിട്ടുണ്ട്, അല്ലെ? അതുകൊണ്ടാണ് നമുക്ക് പറയും, എന്തെങ്കിലും ഒരു സംഭവം നടക്കുമ്പോൾ അതിന് ഒരേപോലെ വാദിക്കാനായിട്ട് രണ്ട് ഭാഗത്തും ആളുകൾ ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെയാണ്. ആ ഒരു ട്രെൻഡ് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു ഇപ്പൊ അപർണ സൂചിപ്പിച്ച ഈ ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റില് എന്ത് പറഞ്ഞാലും, ഞാൻ ഹീറോയായി കാണുന്ന വ്യക്തി എന്ത് ചെയ്താലും അതിനെ ന്യായീകരിക്കാൻ, അതിനുവേണ്ടി കൈയടിക്കാനായിട്ട് ആയുധങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം ഒരുപക്ഷെ അതായിരിക്കാം. റൈറ്റ്. ഞാൻ തിരികെ എത്താം. ഐപ്പ് വള്ളിക്കാടൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. ഐപ്പ്, സോഷ്യൽ മീഡിയയെക്കാളും സ്വാധീനം ഉണ്ടാക്കുന്ന കാലമാണ്. അത് വളരെയധികം നന്നായിട്ട് അറിയുന്ന ആൾ കൂടിയാണ് ഐപ്പ്. യൂട്യൂബ് ചാനൽ ഇല്ലാത്തവരില്ല. പക്ഷേ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വിളിക്കുന്നവർ അതിര് കടക്കുന്നു വൈറലാകാൻ. അങ്ങനെ ഒരു ആക്ഷേപം ശക്തമാകുന്നു. അതിൽ കഴമ്പുണ്ടെന്ന് തോന്നുന്നുണ്ടോ?
അപർണ, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാനൊരു മാധ്യമപ്രവർത്തനമാണ്, അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു മാധ്യമപ്രവർത്തനമാണ് ഞാൻ. നമ്മൾ ഒരുമിച്ച് ജോലിയായിട്ടുള്ള ആളുകളും കൂടിയാണ്. ഒരു മാധ്യമപ്രവർത്തന നിലയിലാണ് പല കാര്യങ്ങളെയും ഞാൻ സമീപിക്കാൻ നോക്കുന്നത്. ഈ പറഞ്ഞ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയതിനു ശേഷവും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ജേർണലിസ്റ്റ് ആയതിനു ശേഷവും ഞാൻ അത്തരത്തിലൊരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു വിശ്വാസ്യത എപ്പോഴും ആൾക്കാർ കണക്കിലെടുക്കുകയും അതേപോലെ ബഹുമാനം തരികയും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളെയൊന്നും അറിയാത്ത വലിയൊരു ജനവിഭാഗം, അല്ലെങ്കിൽ പുതിയ തലമുറ ഇപ്പോൾ ഉണ്ട്. അപ്പൊ അവരെ പ്രീതിപ്പെടുത്താൻ, ഞാനൊരു വലിയ ജേർണലിസ്റ്റ് ആയിരുന്നു, ഞാൻ അത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അവരുടെ മുമ്പിലേക്ക് എത്തുന്നതിന് പകരം അവർക്ക് കൂടി അനുയോജ്യമായ ഒരു കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ മാത്രമേ ഈ ഒരു കോമ്പറ്റീഷനിൽ എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബേസിക്കലി ഞാനൊരു പരമ്പരാഗത മാധ്യമ പ്രവർത്തനങ്ങളൊക്കെയാണ് ഈ കാര്യങ്ങളിൽ ഇടപെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും എനിക്കിവിടെ സർവൈവൽ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള വിഷയമായിട്ട് മാറും. ഞാനൊരു പരമ്പരാഗത ജേർണലിസ്റ്റായിട്ട് നിലകൊള്ളുകയാണെങ്കിൽ എന്റെ ഒരു അക്സെപ്റ്റൻസ് വളരെ കുറവായിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ എന്റെ അപ്പന് 72 വയസ്സ് പ്രായമുണ്ട്, ഇപ്പോഴും ഫേസ്ബുക്കിൽ വളരെ സജീവമായിട്ടുള്ള കക്ഷിയാണ്. പുള്ളി യൂട്യൂബിലെ പുതിയ ആൾക്കാരുടെ വീഡിയോ കണ്ട് ഒരു അഭിപ്രായം പറയുന്നതിന് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ അതേ പ്രായത്തിലുള്ള ചില ആൾക്കാർ ഏറ്റവും വലിയ ഇംപ്രസീവ് ആകുന്ന ഇത്തരം പുതിയ ജനറേഷന്റെ പുതിയ കാട്ടിക്കൂടലുകളാണെന്നുള്ളത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം ഒരു സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നൊരു സാധനമുണ്ട്. ഇപ്പം പണ്ടൊക്കെ മാധ്യമങ്ങൾ തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്, ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. റേറ്റിംഗിന്റെ കാര്യത്തിലായാലും വാർത്തകൾ കണ്ടെത്തുന്ന കാര്യത്തിലായാലും ഇതേപോലെ തന്നെയാണ് ഒരു കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യത്തിൽ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ വല്ലാത്തൊരു ഒരു ഒരു മത്സരം ഈ യൂട്യൂബേഴ്സിനിടയിലുണ്ട്. ഞാൻ അങ്ങനത്തെ ഒരു യൂട്യൂബർ അല്ല, ഞാൻ അങ്ങനത്തെ ഒരു ഫേസ്ബുക്ക് ജേർണലിസ്റ്റും അല്ല. പക്ഷെ നമ്മളിൽ കിട്ടുന്ന ചില ആളുകൾ, നേരത്തെ അപർണ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു നിയന്ത്രണം അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുക. ഇപ്പൊ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് വളരെ ഇഷ്ടമുള്ള സിനിമാ നടന്മാര്, പ്രധാനപ്പെട്ട പ്രമുഖ വ്യക്തികളൊക്കെ പരസ്യങ്ങളിൽ അഭിനയിക്കുന്നുണ്ട്. അവരെ ഉപയോഗിക്കുന്ന സോപ്പിന്റെ പരസ്യങ്ങള്, ഷാമ്പുവിന്റെ പരസ്യങ്ങള്, അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സിന്റെ പരസ്യങ്ങൾ, ഇതൊക്കെ ആളുകളെ സ്വാധീനിക്കുകയും അവർ ആ രീതിയിലേക്ക് പോയിട്ട് നമുക്ക് തന്നെ അറിയാം, ഒരു പ്രമുഖ നടനെതിരെ സോപ്പ് വിഷയമായിട്ട് ബന്ധപ്പെട്ട് കേസ് പോലും ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ. അപ്പൊ ഒരു ഇൻഫ്ലുവൻസർക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? പിന്നെ മറ്റൊരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ വീട്ടിൽ ഉത്പാദിപ്പിക്കുന്ന ഒരു സാധനം പോലും ഒരു ലോക ബ്രാൻഡായിട്ട് മാറ്റാൻ കപ്പാസിറ്റി ഉള്ള ഇൻഫ്ലുവൻസർമാർ ഉള്ള ഒരു നാട് കൂടിയാണ് ഇപ്പോൾ കേരളം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് എനിക്ക് തോന്നുന്നു എന്നുണ്ട് 1 ലക്ഷത്തിലധികം യൂട്യൂബേഴ്സ് മാത്രം, സബ്സ്ക്രൈബേഴ്സ് അല്ല ഞാൻ പറഞ്ഞത്, യൂട്യൂബേഴ്സ് മാത്രം കേരളത്തിലൊന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അത്രയും അധികം നമ്മുടെ വീട്ടിൽ ഒരു യൂട്യൂബർ ഉണ്ടാകും. ചിലപ്പോൾ അയാൾക്ക് 10 സബ്സ്ക്രൈബർ കാണത്തുള്ളൂ, ചിലപ്പോൾ 100 ആയിരിക്കും, ചിലപ്പം 1 മില്യൺ ആയിരിക്കും, ചിലപ്പം 10 മില്യൺ ആയിരിക്കും, വാട്ട് എവർ ഇറ്റ് ഈസ്. ഈ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഒരു യൂട്യൂബർ ഉണ്ട്. ആ യൂട്യൂബർ ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവരെ സ്വാധീനിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. റൈറ്റ്. സിന്ധു, ഇതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവരെ ഡിനൈ ചെയ്യാൻ കഴിയുകയില്ല, അതൊരു വലിയ വിഷയമാണ്. പിന്നെ അതോടൊപ്പം തന്നെ പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ കൂടെ മാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, ഇപ്പോൾ പറഞ്ഞു നിർത്തുന്നത് പോലെ. അപ്പോൾ അത് കൂടുതൽ ഒരു വലിയ ജനറേഷൻ അക്സെപ്റ്റ് ചെയ്യുന്ന ചില മെത്തേഡുകളിലേക്ക്, ചില കോണ്ടന്റുകളിലേക്കൊക്കെ കടക്കേണ്ടതായിട്ട് സിറ്റുവേഷൻ വരുന്നു. അങ്ങനെ ഒരു വിഷയം നടക്കുമ്പോൾ പിന്നെ നിയമപാലനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു റെസ്ട്രിക്ഷൻ ഒരു വശത്ത് നിൽക്കുക, ഇതിലെ മോശം പുഴുക്കുത്തുകളെ മാത്രം ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലാത്തവർക്ക് ആ ഒരു പോസിറ്റീവ് മെത്തേഡുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയണം എന്ന് വരിക. ഇപ്പോൾ വലിയ പ്രതിഷേധം ഉണ്ടായിട്ടാണ് തൊപ്പിക്കെതിരെയുള്ള കേസൊക്കെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ചിലത് വീക്കായിട്ട് വരികയാണ്, അങ്ങനെ കൂടി തോന്നുന്നു. അതെ, ഞാനിപ്പോ താമസിക്കുന്ന എത്രയോ വർഷങ്ങളായിട്ട് ഞാനിപ്പോ ദുബായിലാണ്, UAE-ലാണ് ഉള്ളത്. ഞാൻ ഇവിടെ നോക്കുമ്പോൾ ഇവിടെയും ഇതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ ട്രമൻഡസ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് സോഷ്യൽ മീഡിയയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. പൈപ്പ് പറഞ്ഞതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്റെ എണ്ണവും ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ പാലിക്കേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണ് എന്നത് പ്രോപ്പർ ആയിട്ട് ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്രിമച്ചർ സ്റ്റേജിലാണെന്ന് പറയും. അപ്പൊ സ്ലോലി ഓരോ രാജ്യങ്ങളും ഈ സോഷ്യൽ മീഡിയ കംപ്ലയൻസിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ കാര്യത്തിൽ പ്രോപ്പർ ആയിട്ടുള്ള നിയമ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമാണ് ഇത് റെഗുലേറ്റ് ചെയ്യാനായിട്ട്, ഇതിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സംവിധാനം കൊണ്ടുവരാൻ, അല്ലെങ്കിൽ സാധാരണ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട എത്തിക്സ് എന്തൊക്കെയാണ്, മാന്യത എന്തൊക്കെയാണ്, അതിന് അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിലും നന്നായി തന്നെ സോഷ്യൽ മീഡിയയിലും പ്രോപ്പറായിട്ട് മാനേഴ്സും എത്തിക്സും പാലിക്കപ്പെടണം, നിയമ സംവിധാനത്തിന് അനുസൃതമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു സംവിധാനത്തിലേക്ക്, ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നിയമ സംവിധാനങ്ങൾ ശക്തമാക്കുക എന്നത് മാത്രമേ ഒരു വഴിയായിട്ട് കാണുന്നുള്ളൂ. കാരണം ഇവിടെ ഈ ഒരു UAE എന്ന് പറയുന്ന രാജ്യത്തിന്റെ ആ ഒരു സംവിധാനം അത് ആണ്, അതിന് അതിൻ്റെതായ രീതിയിലുള്ള ഗുണഗണങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും ഇപ്പൊ അങ്ങനെ
ഒരു നിയമ സംവിധാനം കൂടുതൽ ശക്തമാക്കുക, സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റിംഗിൽ ഒരു മാനദണ്ഡം കൊണ്ടുവരിക, അങ്ങനെ അതൊരു പ്രോപ്പർ ഒരു ഫ്രെയിം വർക്കിനകത്ത് ഒരു മാനദണ്ഡം കൊണ്ടുവരിക, അതൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമാണോ? അതല്ലാതെ പിന്നെ മറ്റ് എന്ത് ബദൽ മാർഗം നമുക്ക് നിർദ്ദേശിക്കാൻ കഴിയും? തിരിച്ച് പ്രവാസികളായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ്. ഇപ്പൊ സിന്ധു പറഞ്ഞെടുത്ത് നിന്ന് ഞാൻ തുടങ്ങുകയാണ്. കാരണം UAE ഇൻഫ്ലുവൻസേഴ്സിന്റെ ലൈസൻസ് എടുക്കണം. ശരിക്കും പറഞ്ഞ പ്രോപ്പറായിട്ട് ഏണിംഗ് ഉള്ള ഒരു ഇൻഫ്ലുവൻസർ ലൈസൻസ് എടുക്കണം. അതൊരു ഇൻഡിപെൻഡന്റ് ലൈസൻസ് ആണ്. നിങ്ങൾ ഏത് വിസയിലായിക്കോട്ടെ നിങ്ങൾക്കൊരു ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ ഒരു ലൈസൻസ് ഇപ്പോൾ മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട് UAE. അത് ഒരു അക്കൗണ്ടബിലിറ്റി വരാനും ഇയാൾ ഇന്ന രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്നത് തെളിയിക്കാനും കൂടെയുള്ള ഒരു രേഖ കൂടിയാണ് ആ ലൈസൻസ്. ഞാൻ ഒറ്റ സെക്കൻഡ് ഒന്ന് ഇടപെടുന്നു. സിന്ധു, ഇപ്പോൾ US ഇന്ത്യ സംയുക്ത പ്രസ്താവനയിലേക്ക് ഒന്ന് കടക്കുന്നു. ഒന്ന് തത്സമയം